ഹലോ, ഞങ്ങളപ്പോൾ ഇന്ന് ഈവനിങ് ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എവിടേക്കാണ് പോണേ? ഇൻഷുറൻസിൻ്റെ കുറച്ച് സ്ഥലത്തേക്ക് പോകാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിന്ന് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പൂരം വരികയാണ് ഞങ്ങളുടെ അവിടെ. ഡ്രസ് എടുക്കണം, ഫുള്ള് ഷെയ്ക്കായി. മാക്സിൽ നോക്കാം. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയതാണ് ഗൈസ്. നോക്കാം. കോലുമിഠായും തിന്നുകൊണ്ടിരിക്കുന്ന ചിക്കൻ. അഞ്ജുനെ കാണാനേ ഇല്ല. ഞങ്ങളിപ്പോൾ ഇവിടെ സ്റ്റാർ ഹെൽത്തിലേക്ക് വന്നിരിക്കുകയാണ്, ഇൻഷുറൻസ്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു പോയി ഇനി നെക്സ്റ്റ് മാക്സിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്. സച്ചുവിന് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് അതുകൊണ്ട് കാലിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുക. ഞങ്ങൾ പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് മാക്സ് ഷോപ്പ് വരുന്നത്. അവിടെ പടിഞ്ഞാറക്കോട്ട ഉള്ളതാണ്, തൃശ്ശൂർ. അപ്പോൾ അവിടെ വന്ന് എനിക്ക് പൂരത്തിന് എന്താ പറയുക, ഞാനൊരു ഫ്രോക്ക് ടൈപ്പ് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാം, നോർമൽ നമുക്ക് അങ്ങനത്തെ എടുക്കാൻ വേണ്ടിയിട്ടാണ് തപ്പി നടന്നത്. പക്ഷേ ഒന്നും അപ്പോൾ എന്ന് വെച്ചാൽ മാക്സോ അങ്ങനത്തെ സ്റ്റുഡിയോ എവിടെയെങ്കിലൊക്കെ കയറാൻ വെച്ചു. മാക്സിൽ കയറിയിട്ട് ആ കുട്ടിയുടെ ഒരു റെഡ് ഡ്രസ്സ് മാത്രമാണ് കേട്ടോ ഇഷ്ടമായത്. അപ്പോൾ ഞാൻ അതെടുത്ത് ചുമ്മാ ട്രയൽ നോക്കി, ജസ്റ്റ് വല്ല ജാക്കറ്റായി ഇട്ടിട്ടോ അങ്ങനെയെങ്കിലൊക്കെ ഇടാം എന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ എന്തോ എനിക്ക് അതിൻ്റെ മെറ്റീരിയൽ അതേ ഇഷ്ടമായില്ല. ഭയങ്കര കളറും ഡിമ്മായിരുന്നു നന്നായിട്ട്. ഫോട്ടോ കാണുന്ന മാതിരിയല്ല. ഒരു നൈസ് തുണിയാണ്, ലൈനിങ്ങും ഇല്ല, ഭയങ്കര തിന്നായിട്ടുള്ളൊരു ഫാബ്രിക്, കോട്ടൺ ആണ്. ഇങ്ങനെ ഇട്ടപ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. ചേച്ചി ഇഷ്ടപ്പെട്ടില്ല എന്ന് ചേച്ചി പറയുന്നുണ്ട്. നൈസ് തൊപ്പി, കൊള്ളാല്ലേ? അടിപൊളി, കൊള്ളാം. അവിടെ മാക്സിന്ന് ഞങ്ങൾക്ക് പിന്നെ ഒന്നും കിട്ടിയില്ല, ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പിന്നെ നെക്സ്റ്റ് സ്റ്റുഡിയോ എവിടത്തേത്? പൂങ്കുന്നത്തെ സ്റ്റുഡിയോ പോയി. അവിടെയും എന്താ പറയുക, അധികമൊന്നുമില്ല. പിന്നെ ഒരു 2 ഫ്രോക്ക് എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അത് ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 2 എടുത്ത് നോക്കിയാലും ഒരെണ്ണത്തിന് ഭയങ്കര കുറച്ച് ഷോർട്ടാണ്, പിന്നെ നെക്ക് കുറച്ച് അധികം ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതും എടുത്തില്ല. നെക്സ്റ്റ് വൺ പിന്നെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സൈസ് കിട്ടിയില്ല, അതാണ് ഇഷ്യൂ ആയത്. ഇത് കൊള്ളാം, ഇത് കൊള്ളാല്ലേ? നല്ല രസമുണ്ട്. പക്ഷെ ഇത് സൈസ് നല്ല വലുതാണ്. പക്ഷെ എലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് കട്ടിയധികം കേട്ടോ. അല്ലേ? കയ്യൊരു മാതിരി നെക്കും കുറച്ച് ലൂസ്. ഇതിന്റെ ചെറിയ റീസണൊക്കെ നോക്കിയായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഈ സ്റ്റുഡിയോന്നൊന്നും കിട്ടിയില്ല. എനിക്കെന്നല്ല, ചേച്ചിക്ക് കിട്ടിയില്ല. എനിക്ക് എന്തായാലും ഇവിടെ നിന്നൊന്നും എടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ റൗണ്ടിലേക്ക് കിടന്നിട്ട് മറ്റേ ആദ്യ കടയില്ലേ അവിടെ കയറിയിട്ട് എനിക്കുള്ള ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു മോഡലിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതാണ് ഇഷ്ടം. ഇതാണ് ആ സംഭവം. നല്ലതല്ലേ? നല്ല രസമല്ലേ? കൊള്ളാല്ലേ? ഭംഗിയുണ്ടല്ലേ? ഒരു ഇല്ലാത്തൊരു കളറിലേക്ക്. അഞ്ജുവിന് ഡ്രസ്സ് കിട്ടി ഗൈസ്. ഞങ്ങൾ ആദ്യം നിന്നാണ് എടുത്തത്. ഇവിടെ നടുവിലാലിൻ്റെ അവിടുത്തെ ആദ്യം. ഇങ്ങനത്തെ ടൈപ്പ് ഇഷ്ടം. മറ്റേ സംഭവം നല്ല ഭംഗിയുണ്ട്, നല്ല രസമുള്ള ഒരു ടോപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പിന്നെ അതൊക്കെ പരിപാടിക്കൊക്കെ അല്ലേ ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഇടും, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നോർമലി എനിക്ക് സാധനം ഇട്ട് പോകാനൊരു നോർമൽ, അപ്പം അങ്ങനത്തെ എടുക്കാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇനി എനിക്ക് ഡ്രസ്സ് തപ്പാൻ പോവാം. അപ്പൊ നീ അത് കട കണ്ടിട്ടല്ലേ പോയേ? അത് ബോയ്സിന്റെ സൈനപ്പാ. ഈ ജന്മത്തിൽ ചേച്ചിക്ക് ഡ്രസ്സ് ഇടുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്കും തോന്നുന്നില്ല. പാവം ഈ കാല് വയ്യാത്ത മനുഷ്യനെ കൊണ്ട് ലിഫ്റ്റിലല്ലേ എന്താ ചെയ്യാ? നീ എവിടേക്കാം? അതെ, നെക്സ്റ്റ് നമ്മൾ സൈനപ്പ് പോയി അല്ലേ? നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ശക്തനെത്തി നമ്മളങ്ങനെ. സൈനപ്പിലോട്ട് പോകാൻ. യെസ്, ഇനി ഇവിടെ നമ്മൾ സൈനപ്പിലോട്ട് പോകുന്നത്. ഇവിടെ കിട്ടിയില്ല, ഉടുപ്പ് കിട്ടിയില്ലെങ്കിൽ ചേച്ചി ഞാനൊരു കുർത്തി എടുക്കും. എന്തായാലും കുർത്തി വേണ്ടത്.
എടുക്കും. നല്ല ഭംഗിയുണ്ടല്ലോ ഈ സംഭവം ചുറ്റും ഇങ്ങനെ. ഞാൻ കേറിയിട്ടില്ല ഇതുവരെ. ഞാൻ കേറിയിട്ടില്ല. AC ആക്കിയ സോ മച്ച് ട്രാഫിക് അല്ലേ? അങ്ങനെ ഞാൻ സൈനപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരു ഫ്രോക്കും, പക്ഷെ അധികമൊന്നും ഇഷ്ടമായില്ല. ഒരു ഫ്രോക്കും പിന്നെ ഒരു കുർത്ത സെറ്റാണ് ഇഷ്ടമായത്. അപ്പോൾ അത് രണ്ടിടത്ത് ഞാൻ ട്രൈ ചെയ്യാൻ പോയിട്ടോ. ഫൈനലി ഇത് ഇഷ്ടമായി. ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ഓൺലൈനിൽ ബാസിൻ്റെ കൂടെ ബാസ് ഭാഗത്ത് ഇങ്ങനെയാണ് വരുന്നത് ഗൈസ്. കുറച്ച് ഡാർക്ക് കളറാണ്. നല്ല കളർ ഇഷ്ടമായി. എനിക്കത്ര ഇഷ്ടമായില്ല. അഞ്ചൊന്നും ഇഷ്ടമായില്ല ഗൈസ്. ഇത് പിന്നെ ഞാനെന്നാ മറ്റേ ഇത് തന്നെ എടുക്കാൻ നോക്കിയാലേ. ഓക്കെ, ഫൈനലി ഡ്രസ് കൺഫേംഡ്. സമാധാനം. നടക്കട്ടോ. ചേട്ടാ ഞാൻ വല്ല ബനിയൻ നോക്കാം. ചേട്ടാ വേണ്ട. അങ്ങനെ ഫൈനലി നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ചു പോയി. നെക്സ്റ്റ് എങ്ങോട്ട് പോകണം? അങ്ങനെയാ ചേട്ടാ? അങ്ങനെയായോ? സമയം 8 മണിയാവണം അല്ലേ എന്ന് വിചാരിക്കും. ഇരുട്ട് ഗൈസ്, ഇരുട്ട്. എവിടെ പോ ഫുഡ് കഴിക്കാൻ? ഫുഡ് മന്തി. മന്തി മന്തി വിട്ടൊരു കളിയില്ലല്ലോ. നല്ല എവിടെയാ? സച്ചേട്ടാ ഇപ്പൊ കാല് മറന്ന. ആ പുഴക്കില് പോ. എനിക്ക് മറ്റേ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ വേണം. ഞാൻ അത് മന്തി, ഹണി ഗ്ലേസ്ഡ് ചിക്കൻ മന്തി. ഓ ചിക്കനൊക്കെ കഴിക്കാലല്ലേ. അവിടെ ഉണ്ടാവണം. സാധാ എല്ലായിടത്തും ഉണ്ടാവില്ലേ? ഉണ്ട്. എനിക്ക് ക്വാർട്ടർ ഞാൻ അത് കാണിച്ചോണ്ട്. നിങ്ങളുടെ പാടായി. നിങ്ങൾ എന്താ ചായക്കോ? നമുക്ക് ബീഫ്. രണ്ടുപേർക്കും മധുരമുള്ളത് ഇഷ്ടമല്ലല്ലോ. സച്ചേട്ടൻ ബീഫ് വാങ്ങിക്കൂടെ? എന്തും പോവാണ്. എന്തും പോവാ എന്നെ പോലൊക്കെ തന്നെ. മധുരമുള്ളത് ഇഷ്ടം? മധുരമുള്ള ഇഷ്ടമല്ല അവന്. ഇഷ്ടല്ല, എനിക്കിഷ്ടല്ല. അവൾക്കും ഇഷ്ടമല്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് എപ്പോഴും നീരു എന്നോട് പറയും, പൊട്ടിയടി തിന്നലടി, ഒറ്റയ്ക്ക് തിന്നലടി, ഒറ്റയ്ക്ക് ഇങ്ങനെ തിന്നലടി. എന്റെ പൊട്ടയ്ക്ക് ഒറ്റയ്ക്ക് തിന്നാലും ഒരു പോലെ പറഞ്ഞു. മന്തിയുടെ കൂടെ ഓൾറെഡി കഴിക്കണല്ലോ, വെറുതെ തിന്ന് കൂട്ടണ്ടാന്ന്. അങ്ങനെ ഞാൻ കഴിക്കുമ്പോ മാറ്റി വയ്ക്കുള്ളൂ. ചിക്കൻ ഇത് എന്റെ പീസ്. ഇതെന്റെ പീസ്. ഇത് ഒരാൾക്കും തരും. ചേച്ചിക്ക് അത്ര ഇഷ്ടമല്ലോ. എന്താ? ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. എത്തി കുറച്ചു നേരം താഴെ ഇരുന്നു. ഡ്രസ്സൊക്കെ അമ്മയ്ക്കും അച്ഛനും കാണിച്ചു കൊടുത്തു. ചേട്ടന് കാണിച്ചു കൊടുത്തു. ഏട്ടനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഒക്കെ കഴിഞ്ഞു വന്നു. ഇനി കിടക്കണം. 10 മണിയായി. 10 മണി കഴിഞ്ഞു. അതൊന്ന് പ്രതീക്ഷിക്കാതെ ഒരു പോക്കായിരുന്നു. ഡ്രസ്സ് എടുക്കണം. എന്തായാലും പൂരാണ് അടുത്ത ആഴ്ച ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് അച്ഛൻ കാശ് തന്നെ. അത് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയതാ. എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ ഇന്ന് പോവാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ടൗണിൽ പോവാണ്ടായിരുന്നു. ഒരു ഇൻഷുറൻസിന്റെ ഒരു കാര്യത്തിന് പോവാണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചു എന്നാ പിന്നെ ഡ്രസ്സ് കൊടുത്തിട്ട് വരാം. സത്യത്തിൽ ഒരു ഉപകാരമായി. എന്നിട്ട് പോയി. പിന്നെ ഒരു കറക്കം കൂടി ആയില്ലോ. മൊത്തത്തിൽ കറങ്ങി കൊറേ. ഞങ്ങള് രണ്ടുപേരും കൂടി ഒരുമിച്ച് അങ്ങനെ, അല്ല നമ്മള് 3 ആൾ കൂടി അങ്ങനെയൊക്കെ പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ കുറച്ച് കാലം.
ഒരു പ്രാവശ്യം നമ്മളങ്ങനെ പോയില്ലേ, എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയില്ലേ അലങ്കാരണ്ടായിരുന്നു അങ്ങനെ. ഇപ്പൊ കുറച്ചാളെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഇപ്പൊ പുറത്തു പോയി നന്നായിരുന്നു. അങ്ങനെ മന്തി കഴിച്ച് അടിപൊളിയായിരുന്നു. ഇനി കിടന്നുറങ്ങാൻ പോകുന്നു. അങ്ങനെ പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി അതൊരു ചെറിയൊരു വീഡിയോ ആണ്, കുറെ ഷോപ്പിംഗ് ആണ് സത്യത്തില്. സത്യം ഷോപ്പിംഗ് ആയിരുന്നു. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അതെ, ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.